കേരളത്തിൽ വരും ദിവസങ്ങളിൽ കാലവർഷം കനക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും രംഗത്തെത്തിയിരിക്കുകയാണ്. പസഫിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അന്തരീക്ഷ വ്യതിയാനങ്ങളും അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത വർദ്ധിച്ചതുമാണ് സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റൊട്ടുമിക്ക ജില്ലകളിലും വരും ദിവസങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ സംസ്ഥാനം വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മഴയോടൊപ്പം തന്നെ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു പ്രതിഭാസമാണ് തീരപ്രദേശങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന കള്ളക്കടൽ പ്രതിഭാസവും ഉയർന്ന തിരമാലകളും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ വൻതോതിൽ കടലാക്രമണത്തിനും തീരശോഷണത്തിനും സാധ്യതയുണ്ടെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡമനുസരിച്ച് പ്രവചിക്കപ്പെടുന്ന മഴയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് വിവിധ നിറങ്ങളിലുള്ള അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അലേർട്ടുകൾ ഇങ്ങനെയാണ്. ഒരു പ്രദേശത്ത് 24 മണിക്കൂറിൽ 115.6 മീറ്റർ മുതൽ 204.4 മീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് അതിശക്തമായ മഴ അഥവാ ഓറഞ്ച് അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യുന്നത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനും കാരണമായേക്കാം. ഇന്ന് വടക്കൻ കേരളത്തിലെ പ്രമുഖ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 7-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ കോഴിക്കോട് ജില്ലയിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചുകൊണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 24 മണിക്കൂറിൽ 64.5 മുതൽ 115.5 വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ അഥവാ യെല്ലോ അലർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് തുടർച്ചയായി പെയ്താൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുമുണ്ട്. ഇന്ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ വടക്കൻ മധ്യ കേരള ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. ഈ മാസം 7-ന് മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ പെയ്യാം. എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ മാസം 8-ന് അന്നേ ദിവസം മഴ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 9 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 9-ന് മഴയുടെ തീവ്രത വടക്കൻ കേരളത്തിൽ മാത്രമായി ചുരുങ്ങും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരും. മഴ മുന്നറിയിപ്പുകൾക്കൊപ്പം തന്നെ തീരദേശവാസികളെ വലിയ ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിട്ടുള്ള കടലാക്രമണ മുന്നറിയിപ്പ്. ഇന്ന് രാത്രി 11:30 വരെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കടലിൽ 2.9 മീറ്റർ മുതൽ 3.6 മീറ്റർ വരെ ഉയരത്തിൽ ശക്തമായ തിരമാലകൾ ആഞ്ഞടിക്കാനാണ് സാധ്യത. കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമാവുകയും വലിയ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുകയും ചെയ്യുന്ന കള്ളക്കടൽ പ്രതിഭാസത്തിനാണ് ഇവിടെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മുൻകൂട്ടി പ്രവചിക്കാൻ പ്രയാസമുള്ള ഈ പ്രതിഭാസം തീരങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കാറുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിന് പൊതുജനങ്ങളും അധികൃതരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അത്യന്താപേക്ഷിതമാണ്. കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഒട്ടും മടിച്ചു നിൽക്കാതെ അധികൃതർ ഒരുക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറി താമസിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ കടൽക്ഷോഭം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത കൈവിടരുത്. കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന സാഹചര്യത്തിൽ ബീച്ചുകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾ, സെൽഫി എടുക്കൽ എന്നിവ അടിയന്തരമായി നിരോധിച്ചിരിക്കുന്നു. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ വിലക്കായിരിക്കും. കടലിൽ പോകുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്ക് കർശന വിലക്കുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതിനാൽ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നതും തിരികെ കരയ്ക്കടുപ്പിക്കുന്നതും ഒരുപോലെ അപകടകരമാണ്. തിരമാലകളുടെ ആഘാതത്തിൽ വള്ളങ്ങൾ മറിയാൻ സാധ്യതയുണ്ട്.
മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറുകളിൽ സുരക്ഷിതമായി കെട്ടിയിടാൻ ശ്രദ്ധിക്കണം. ശക്തമായ തിരമാലകളിൽപ്പെട്ട് യാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകരാതിരിക്കാൻ അവ തമ്മിൽ കൃത്യമായ സുരക്ഷിത അകലം പാലിക്കേണ്ടതാണ്. വലകൾ, എഞ്ചിനുകൾ തുടങ്ങിയ മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി സൂക്ഷിക്കണം. ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിലെ മലയോര മേഖലകളിൽ രാത്രികാല യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. തുടർച്ചയായ മഴ മണ്ണൊലിപ്പിനും ഉരുൾപൊട്ടലിനും വഴിവെച്ചേക്കാം. കൺട്രോൾ റൂം നമ്പറുകൾ എപ്പോഴും കൈവശം കരുതുക. വരും ദിവസങ്ങളിൽ കൺട്രോൾ റൂമുകളും അടിയന്തര രക്ഷാസേനകളും സജ്ജമായിരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ പീരിയോഡിക്കൽ ബുള്ളറ്റിനുകൾ ശ്രദ്ധിക്കുകയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്.